എന്റെ വീട്. അതിനൊക്കെ കുറിച്ച് പറയാം. നിങ്ങൾ ആദ്യം ഈ വീടൊക്കെ ഒന്ന് കണ്ടുവരി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇതാണ് കേട്ടോ നമ്മുടെ നൗഫലക്ക. ആളൊരു പാവാണ്. ആൾക്ക് 2 മക്കളാണുള്ളത്. ഒരു വൈഫുണ്ട്. പിന്നെ അവരുടെ മക്കളുടെ കാര്യം നമുക്ക് വഴിയേ പരിചയപ്പെടാം. പിന്നെ വൈഫിന്റെ കാര്യം. ഐഷുക്ക് ഇപ്പോഴും എണീക്കാനായിട്ടുണ്ടാവില്ലല്ലേ? ഞാൻ ചട്ട കിടക്കണോ? ഐഷു ഉറങ്ങാനും വിടൂല. എന്താണ് ഉമ്മ? ഇത് തനിയെ നീച്ച് വരണോ അത് ഞാൻ ചട്ട കഴിക്കാണ്ട് വരണോ? മതി, ഞാൻ നീച്ചിക്കണിന്റെ അമ്മ. നീ വെറുതെ അവിടെ കിടന്ന് കാറണ്ട. ഞാൻ അങ്ങോട്ട് വരാ. ഇജ്ജിങ്ങോട്ട് വന്നിട്ട് ഇങ്ങാന്റെ മജ്ജത്ത് ഞാൻ എടുക്കും. ഈ ഉമ്മാക്ക് ചെവിയും കേൾക്കൂലേ? ഞാൻ വരാന്നല്ലേ പറഞ്ഞത്. എങ്ങനെ ചെവി വെക്കാ? വയസ്സയക്കണിയേ. ആയിഷു അതും പറഞ്ഞ് തായോട്ട് പോയി. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. ഈ പെരയില് എനിക്ക് മാത്രം 2 കൊമ്പുണ്ടോ? ഇങ്ങളെ ഒരു മോനുണ്ടല്ലോ ഇവിടെ, അവനെ മാത്രം നിങ്ങൾ പോട്ട് പൂജിച്ചോളി. അവൻ ഇന്നെ പോലെ ഉറങ്ങനല്ലേ? അവനെ പോയി എന്റെ വാപ്പ് വിളിച്ചോളി. നിങ്ങളെ വിളിച്ചുമ്മ. നിങ്ങളെ മൂത്ത മോണ്ടല്ല നാസില് മോനെ, അവന് പോയി വിളിക്കാന്. അവനൊന്ന് കാണാണ്ട്. രാവിലെ സുബേസ് കേൾക്കാൻ നീച്ചിട്ടില്ല. അവനക്ക് നല്ലോണം കൊടുക്കി. ഓൻ കുറച്ച് ഓവറാണ്. അല്ല, നിസ്കരിക്കാൻ നീച്ചിരുന്ന് രാവിലെ? അവനെ പറയാൻ എനിക്ക് വലിയ തൊള്ളേനു. അത് എനിക്കൊന്ന് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. ഓ അത് ശരി, അങ്ങനെ. അല്ല, നിങ്ങളെന്താ നിക്കണ്? നിങ്ങളെ മോൻ കിടന്ന് ഉറങ്ങല്ലേ? നിങ്ങൾ പോയി വിളിക്കണില്ല? അതൊരു പാവല്ല, അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. അതിനെന്താ അവൻ ചെയ്ത്? അപ്പൊ ഞാൻ നിങ്ങൾക്ക് പാവല്ലാന്നല്ലേ? ശരിയാക്കി തരാം. നിങ്ങളവിടെ നിന്നോളി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോയി വിളിച്ചോളാം. ഞാനൊന്നും പറയണില്ല. ഇനി രാവിലെ തന്നെ അവൻ്റെ അടുത്തുനിന്ന് മേടിച്ച് കൂട്ടാനുള്ള കൂട്ടിയിട്ട് ഉമ്മാൻ്റെ കുട്ടി ഇവിടെ കിടന്ന് മോങ്ങിക്കൊണ്ടിട്ടാ. വെച്ച് ഉമ്മച്ചിൻ്റെ മോൾക്ക് മറ്റേ ഉണ്ട പൊങ്ങിത്തരണ്ട്. ഇവിടെ കിടന്ന് മോങ്ങാൻ പടിയുള്ള കാര്യം പറയണ ഞാൻ ബോണുങ്ങളൊന്ന് വയ്ക്കാൻ. അവൾ അതും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഓടി. ഇതാ എരുമ, മര്യാദക്ക് നീച്ചോ? ആരാണത് പണ്ടാറടങ്ങാനത് രാവിലത്തെ? നാസിലെ നാലിൻ്റെ കുട്ടുജ അങ്ങനെ സുഖിച്ചുറങ്ങണ്ട. ഞാൻ അവിടെ നേരത്തെ നീച്ചിട്ട്. മര്യാദക്ക് നീച്ചോ? ഒന്ന് പോയിക്കാണ്. നീക്ക് 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 നീക്കടോ. എന്താ മളക്ക്? നിനക്ക് കോളേജ് ഒന്നുമില്ല? ഞായറാഴ്ച കോളേജ് ഉണ്ടാവും. വെറുതല്ല, നിന്റെ കാര്യം കട്ട പോക്ക. എന്ത് പഠിച്ചോനെ? നിന്റെ കാക്കാടന്ന് നീച്ചു പോരി. വളർന്ന് സമാധാനം ഇതന്നെ ഒന്ന് അണിത്തിയപ്പോ ഇപ്പൊ കിട്ടണ ഒരു മനസ്സുഖം. അനക്കുള്ള ഞാൻ തരും മോളെ. ഈ അങ്ങനെ സുഖിക്കണ്ട. ഇനി എന്തേലൊക്കെ ചോദിച്ചും കൊണ്ട് വരുമല്ല, അപ്പൊ ഞാൻ വാങ്ങിച്ചു തരണ്ടേ? അതെന്തോ ഒരു എരിമന്റെ സൗണ്ട്. എങ്ങനെയാണ് ഉറങ്ങുക? നിങ്ങളെ പൊന്നാര് മുത്രയുണ്ടല്ലോ നിങ്ങക്ക്. പടർക്കത്തി ഇങ്ങോട്ട് ഉറങ്ങാനും സമയം ഒരീസോളിൻ്റെ അടുത്തേക്ക് വരും. അപ്പൊ ഞാൻ കൊടുക്കും എല്ലാതും. ഇനി എൻ്റെ അടുത്ത് കോള് വരുമ്പോ എനിക്കൊന്ന് മെയിൻ ആവാണ്ടേ. ഞാൻ അവളുടെ അടുത്തേക്ക് മെയിൻ ആവാൻ ചെല്ലും.
നിങ്ങളേറ്റ വന്നിട്ട് ഇങ്ങനെ അത് വാവല്ല എൻ്റെ അനിയത്തിയല്ല ഓള് ചെറുതല്ലേ എന്നിട്ട് പറഞ്ഞ് വന്ന ആ അപ്പറേ ഇപ്പൊ ഒരു സ്വഭാവം കാണും. ഞാൻ ഒന്നിൽക്കും വരില്ലേ, നിങ്ങളായി നിങ്ങളെ പാടായി. ഇന്ന അതില് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ മതി, പോയി ചായ അടിച്ചോളൂ. ഇപ്പൊ ഇത് ചൂടായിട്ട് ഞാൻ ചൂടാക്കി തരേണ്ടി വരും, വേണമെങ്കിൽ പോയി കുടിച്ചോ, എന്നെ കൊണ്ടേക്കൂലല്ലോ. ആ തേരി ചായ. അവൻ അതും പറഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് ചായക്കപ്പുമായി പോയി. ആ ഇതാര്? അസ്സലാമലൈക്കും.